സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 67-ാമത്തെ ദശകം. ഗോപികൾ ഭഗവാന്റെ കൂടെ ആനന്ദിച്ച് കുറച്ച് നേരം കഴിഞ്ഞുകൂടിയപ്പോൾ അവർക്ക് അഹങ്കാരം ഉണ്ടായതും അത് ശമിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അവരിൽ നിന്നും മറഞ്ഞ് ദുഃഖിപ്പിച്ചതുമാണ് സന്ദർഭം. കുറച്ച് ദുഃഖിക്കട്ടെ, കണ്ണിൽ നിന്ന് കുറച്ച് വെള്ളം പോട്ടെ, എന്നാലേ അവരുടെ അഹങ്കാരം. കാരണം കൃഷ്ണനെ അവർ ലേശൊരു പരപുരുഷനും ചാരനുമായിട്ടാണ് കാണുന്നത്. ഇതൊരു കഷ്ടമാണ്. ആലോചിച്ചു, സാക്ഷാ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ഭഗവാനെ എത്ര തരം താണു. നമ്മൾ പരസ്ത്രീകളെ പിന്നാലെ പോകുന്ന പുരുഷന്മാർ സാധാരണയാണെങ്കിൽ വളരെ മോശമായിട്ടാണ് പറയുക. അവനെ അയാളൊക്കെ ഒരാൾക്കുമായിട്ടൊന്നല്ല രോഗിയുള്ളൂ പറയും. അയാൾ സമൂഹത്തിൽ താണപ്പെട്ട ആളാണ്. അതേപോലെ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ കുടുംബാവല്ലേ. സത്യത്തിൽ അവർ ചെയ്തത് ചെറിയ തെറ്റല്ല. ഭഗവാൻ അവർക്ക് വേണ്ടി അങ്ങനെ ഒരു വേഷം കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ. അതിൽ നിന്ന് ഒരു ആനന്ദവും കിട്ടാനില്ല. സ്വതവേ പരിപൂർണ ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന് ഇനിയിപ്പോൾ ഈ സ്ത്രീകളിൽ നിന്ന് വേണോ ആനന്ദം കിട്ടാൻ? ഒരു നിലയ്ക്കും യോജിക്കുന്നില്ല. അത് പാപത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിൽ കൃഷ്ണൻ ലയിച്ചിട്ടുണ്ട് എന്ന് ഓരോ സ്ത്രീകളും ചിന്തിച്ചു. നിലീയതയസോമയമയ്യമായാം രമാപതി വിശ്വമനോഭിരാമ. ലക്ഷ്മി കൂടെ ഉണ്ടായിട്ടും എന്നെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ സുന്ദരിയായതുകൊണ്ടല്ലേ, എനിക്ക് ആകർഷണശക്തി ഉള്ളതുകൊണ്ടല്ലേ, ഭഗവാൻ അതിൽ വീണതുകൊണ്ടല്ലേ എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. ഇതിസ്മ സർവ, ഒരു സ്ത്രീ മാത്രമല്ല എല്ലാവരും. കലിതാഭിമാന, അഭിമാനം ഉണ്ടായി. ദുരഭിമാനം ഉണ്ടാവാൻ പാടാത്തതാണ്. നിരീക്ഷ്യ വേ ഗോവിന്ദ, അത് കണ്ടിട്ട് അങ്ങ് എന്ത് ചെയ്തു? തിരോഹിതോ ഭൂട്, മഷിയിട്ട് നോക്കിയാൽ കാണാത്ത വിധം മറഞ്ഞു. എന്നാ കാണിച്ചു തരാം, നിങ്ങളുണ്ടെങ്കിലേ ഞാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് നിങ്ങളുണ്ടെങ്കിലേ പറ്റൂ എന്നൊന്നുമില്ല. അത് മനസ്സിലാക്കിക്കോളൻ. പിന്നെ അവർ തിരയാൻ തുടങ്ങി. രാധാഭിതാം താവതചാതഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹസ്വൈരവിഹാരകാരി. ഈ രാധ എന്ന് പറയുന്ന ഗോപി ശരിക്കും ഭാഗവതത്തിലില്ല. ഭാഗവതത്തിൽ രാധ എന്നുള്ള പേര് എവിടെയും പറയണില്ല. എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ഇനി വേറെ ഏതെങ്കിലും പുരാണങ്ങളിലോ ജയദേവർ പ്രസ്താവിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ്റെ ചരിതമാണ് 24 അഷ്ടപതി പദങ്ങൾ ഒക്കെ രാധാകൃഷ്ണ ലീലകളാണ്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം, നമുക്കറിയില്ല. എന്തായാലും ഭാഗവതത്തിലില്ല. പക്ഷേ വളരെയേറെ ഇഷ്ടമുള്ള ഒരുത്തിയേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് പറഞ്ഞിട്ടില്ല. ഭാഗവതത്തിൽ പേരില്ല. 5 അധ്യായത്തിൽ നോക്കിയാലും കാണില്ല. വേറെ എവിടെ നോക്കിയാലും ഭാഗവതത്തിൽ രാധ ഇല്ല. നാരായണീയക്കാരൻ അത് കൊണ്ടുവന്നിരിക്കുന്നു. രാധാപിതാം താവത് അജാതഗർവാം. രാധ എന്ന വാക്കിനർത്ഥം ശരിക്കും ആരാധിക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ്. വാക്കിൻ്റെ അർത്ഥം അങ്ങനെ വരിക. രാധ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നുള്ള അർത്ഥമുണ്ട്. രാധ എന്ന പേരുള്ള ഒരുവളെ ഭഗവാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി അവളെ ആനന്ദിപ്പിച്ചു, രമിച്ചു. അതെന്താ കാരണം? ഈ ഗോപികളെയൊക്കെ മറച്ച് ദുഃഖിപ്പിക്കുക, കൃഷ്ണനില്ല എന്നുള്ള ഭാവത്തിൽ അവരിന്ന് വിട്ടു നിൽക്കാൻ അറിയുക. രാധയെ മാത്രം വിടാതെ എന്തേ കൊണ്ടുപോകാൻ? ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഗോപികളിൽ ഒരാളാണ് രാധ.
അതിനെന്താ കാരണം? ഇവരെയൊക്കെ ഉപേക്ഷിച്ചപ്പോൾ ഇവളെ മാത്രം ഉപേക്ഷിക്കാതിരിക്കാനുള്ള കാരണം താവത് അജാതഗർവാം, അഹങ്കാരമില്ലാത്തവളാണ്. അപ്പം അഹങ്കാരം ഉണ്ടായിട്ടില്ല. അജാതഗർവാം, ഗർവം ഇല്ലാത്തവൾ, അജാത ജനിക്കാത്തവൾ, ജാതം ജനിച്ചത് അജാതം ജനിക്കാത്തവൾ, അഹങ്കാരം ജനിക്കാത്തവൾ ആയ രാധയെ അതിപ്രിയാം, വളരെ ഇഷ്ടമുള്ളത്, അഹങ്കാരമില്ലാത്തതുകൊണ്ടാണ്. ഗോപവധു മുരാരേ സംബോധന. ഗോപവധുവിനെ ഭവാനുപാതായ ഗതോ വിദൂരം, കുറച്ച് ദൂരം കൊണ്ടുപോയി തയാതകസ്വൈരവികാരകാരി, സ്വൈരമായി ഉപേക്ഷിച്ചു, എല്ലാ സ്ത്രീകളെയും ഉപേക്ഷിച്ച് രാധയെ സ്വീകരിച്ചു. അജാതഗർവാം, അപ്പം അഹങ്കാരമില്ല, പക്ഷെ പിന്നീടുണ്ടായി, അവളെ ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഗർവമില്ല എന്നേ ഉള്ളൂ, പിന്നീടുണ്ടായപ്പോഴോ ഉപേക്ഷിക്കുകയും ചെയ്തു. അവിടെ പക്ഷഭേദമൊന്നുമില്ല, യാതൊരു പക്ഷഭേദവും ഭഗവാനില്ല. തൽക്കാലം ഉപേക്ഷിച്ചില്ല. പക്ഷെ രാധയുടെ ഭക്തിയെപ്പറ്റി ഒരുപാട് കഥകൾ പറഞ്ഞു വരുന്ന കഥകളുണ്ട്. എല്ലാം ഭാഗവതത്തിലുള്ളതൊന്നുമല്ല, പറയണതുമല്ല. ഒരിക്കൽ ഒരുപാട് മരുന്ന് കൊണ്ട് ഭഗവാന്റെ തലവേദന മാറാതെ രാധയുടെ കാൽപ്പൊടി എന്തിലോ ചാലിച്ച് നെറ്റിയിലിട്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു ഭക്തയുടെ കാൽപ്പൊടി നെറ്റിയിലിട്ടാൽ തലവേദന മാറുന്ന ആരോ വൈദ്യം പറഞ്ഞു, കഥയാണ്, ആര് പറഞ്ഞു തന്നെ പ്രസക്തിയില്ല. അപ്പോൾ എല്ലാ ഗോപികളും കൊടുത്തില്ല അത്രേ. കാരണം തൻ്റെ കാൽപ്പൊടി ഭഗവാന്റെ നെറ്റിയിലിടുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ചവിട്ടിയതിന് തുല്യമല്ലേ, എല്ലാണല്ലോ. അപ്പോൾ തന്നെ ദോഷം വരരുത് എന്ന് വിചാരിച്ച് അയ്യോ അത് പറ്റില്ല, അത് വേണ്ട, എൻ്റെ കാൽപ്പൊടി ഭഗവാന്റെ നെറ്റിയിലിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു എന്നാണ്. അപ്പോൾ രാധയുടെ അടുത്ത് ചെന്നപ്പോഴും ഇതേ വാക്ക് പറഞ്ഞു, രാധേ, എൻ്റെ കാൽപ്പൊടി കുറച്ച് ഭഗവാന്റെ നെറ്റിയിലിടാൻ പറ്റുമോ? എന്നാലേ എത്രയും ഭഗവാന്റെ തലവേദന മാറുള്ളൂ. രാധ സംശയം കൂടാണ്ട് തൻ്റെ കാൽപ്പൊടി കൊടുത്തു എന്നാണ്. തലവേദന മാറും ചെയ്തു. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് പ്രത്യേകം നോക്കണം. തൻ്റെ കാൽപ്പൊടി ഭഗവാന് കൊടുക്കാൻ മാത്രം താൻ വലിയ ആളും ഭക്ഷണൻ കൊള്ളരുതാത്തവനും ആണ് എന്നാണ് രാധ അഹങ്കാരിയാണ് എന്നാണോ? അങ്ങനെ ധരിച്ച ഈ കഥ മുഴുവൻ അബദ്ധമായി. അതേ അല്ല അവിടെ ഉദ്ദേശം. അവിടെ രാധയുടെ നിഷ്കളങ്ക ഭക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തനിക്ക് ദോഷം വരുമോ എന്ന് രാധ ചിന്തിച്ചില്ല, അതാണ്. ഭഗവാന്റെ തലവേദന അങ്ങനെയാണ് മാറുക വെച്ചാൽ പിന്നെ അവിടെ വേറെ ചിന്ത ഇല്ല. തനിക്ക് ദോഷം വരുമോ വരില്ലേ ഇതൊന്നും രാധ ചിന്തിച്ചില്ല. ഭഗവാന്റെ തലവേദന മാറണം, ഒറ്റ ചിന്തയുള്ളൂ. അപ്പോൾ ഏതാണ് കൂടുതൽ നിഷ്കളങ്കം എന്ന് ഭഗവാൻ തൂക്കി നോക്കി. കാൽപ്പൊടി തൻ്റെ നെറ്റിയിൽ ഇടരുത് എന്ന് കരുതിയിട്ടുള്ള സമർത്ഥകളായ ഗോപികളോ വലുത്? ഒന്നും ചിന്തിക്കാണ്ട് ഭഗവാന്റെ തലവേദന മാറണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ച രാധയോ വലുത്? തൂക്കി എന്നാണ്, ഭഗവാന് തൂക്കം അറിയാം. അപ്പോൾ മനസ്സിലായി, രാധയുടെ ഭക്തിക്കാണ് പ്രസക്തി കൂടുക. ഒന്നും അവൾ ചിന്തിച്ചിട്ടില്ല, ഭഗവാന്റെ തലവേദന മാറണം. അതിന് തൻ്റെ കാൽപ്പിടിയിൽ ഇനി അപ്പുറം വന്നാലും താനത് കൊടുക്കുന്നത്. എനിക്ക് ദോഷം വന്നോട്ടെ, അപ്പോൾ അതല്ലേ ശരിയായ ഭക്തി. തനിക്ക് ദോഷം വന്നാലും ഭഗവാന് ഉപകാരമാവണം. അവളത് വിശ്വസിച്ചു പാവം, തലവേദന മാറും, ശുദ്ധമായതുകൊണ്ടല്ലേ. ഇങ്ങനെയുള്ള കഥകൾ ഒരുപാടുണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത്രയും അതിപ്രിയാം ഗോപവധു മുരാരേ. അഷ്ടപതിയിൽ ഒരിക്കൽ ജയദേവർ രാധയുടെ കാല് കൃഷ്ണൻ കേളിയുടെ ഇടയിൽ തലയിൽ വെച്ചു എന്നൊരു പദത്തിൽ എഴുതി. ഏതോ ഒരു പദത്തിൽ 43-ാമത്തെ 1-ാമത്തെ ശ്ലോകം എന്നും പറഞ്ഞ് വരുന്നുണ്ട്, ഓർമ്മയില്ല, ശരിക്കും പദം ഓർമ്മയില്ല. അങ്ങനെ എഴുതി. എന്നിട്ട് അദ്ദേഹം കുളിക്കാൻ പോയി എന്നാണ് ജയദേവർ എഴുതി വെച്ചിട്ട് കുളിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നൽ, എന്തേ ഇപ്പം താനെ എഴുതിയേ, രാധയുടെ കാല് കൃഷ്ണൻ്റെ തലയിൽ വയ്ക്കുക എന്ന് എഴുതാൻ പാടുമോ? ഇതൊക്കെ എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നിങ്ങനെ തോന്നി കുളിച്ചു വന്നിട്ട് അത് തിരുത്താൻ
നോക്കുമ്പോഴേക്ക് ഭാര്യ അത് എടുത്തു വെച്ചിട്ടുണ്ട്. എവിടെ ഞാൻ എഴുതിയത് ചോദിച്ചു. എന്തിനാ ചോദിച്ചു. അപ്പം അതിങ്ങനെ കുളിച്ച് വന്ന ഉടനെ ധൃതിയിൽ ചോദിക്കണമല്ല, എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, രാധയുടെ കാല് തലയിൽ വെച്ചു എന്ന് ഞാൻ എഴുതിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നല്ലേ കുറച്ച് മുമ്പ് വന്നിട്ട് അത് തിരുത്താൻ നോക്കിയപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞത്. ചെയ്തവർ ചിന്തിച്ചു, ഞാൻ മുമ്പ് വന്നിട്ടില്ല, കുളിക്കാൻ പോയിട്ട് നേരെ കുളിച്ചിട്ടല്ലേ വരുന്നത്, അല്ല അങ്ങ് എണ്ണ തേച്ച് കുളിക്കാതെ ഇവിടെ വരുന്നുണ്ടായി, അത് ഞാൻ കണ്ടുല്ലോ. ഞാൻ വന്നിട്ടില്ല. ഞാൻ കണ്ടതോ? നീ കണ്ടത് എന്താണോ എനിക്കറിയില്ല, പക്ഷേ സത്യത്തിൽ അത് ഭഗവാനായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം തിരുത്തി, കാല് തലയിൽ വെച്ച് നിന്ന് തിരുത്തി എഴുതി ഇതിനെ ഭഗവാൻ അതന്നെ മതി എന്ന് പറഞ്ഞു എന്നാണ്. അത് തിരുത്തണ്ട, രാധയുടെ കാല് എൻ്റെ തലയിൽ വെച്ചു എന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് ഈ ഭാര്യ കണ്ടു. ഇയാൾ കണ്ടിട്ടില്ല ജയദേവർ. നീ എന്തേ ഈ പറയണത്, ഞാൻ കുളിക്കാനല്ലേ പോയത്? അല്ലല്ലോ, അങ്ങല്ലേ നേരത്തെ വന്നിട്ട് അത് തിരുത്താൻ നോക്കിയപ്പോൾ ഭഗവാൻ തടഞ്ഞത്, എന്നിട്ട് അതെന്നെ മതി എന്ന് പറഞ്ഞു പോയത്. അപ്പോൾ ജയദേവർ ചിന്തിച്ചു, ഇതിലെന്തോ കളിയുണ്ടല്ലോ, ഇത് ഈശ്വരൻ തന്നെയാണ് തൻ്റെ വേഷത്തിൽ വന്നതും കൃഷ്ണൻ്റെ വേഷത്തിൽ വന്നതും, രണ്ട് വേഷമെടുത്ത് വന്ന് തിരുത്താൻ ശ്രമിച്ച ജയദേവരെ തടഞ്ഞത് ഭഗവാൻ എന്നൊരു കഥയുണ്ട്. ശരണരണി മൂപുര എന്ന് പറഞ്ഞിട്ടൊരു പദമാണത്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് കൃഷ്ണനെ കാണാൻ സാധിച്ചു, ജയദേവർക്ക് സാധിച്ചില്ല. ജയദേവർ കുളിക്കാൻ പോവായിരുന്നു. അങ്ങനെ ഈ ഭാര്യയോട് ഒരുപാടധികം ബഹുമാനം ജയദേവരുണ്ടായിരുന്നു. നിനക്ക് കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യം കിട്ടി, എൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്നിട്ട് നിനക്ക് ദർശനം തന്നു, ഈശ്വര നീ എത്ര ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു ഭാര്യയെ എന്നാണ്. ജയദേവർക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ രാധയെപ്പറ്റി ഒട്ടേറെ കഥകൾ, അങ്ങേയറ്റത്ത് ഭക്തി ഉണ്ടാക്കുന്ന കഥകളുണ്ട്. അപ്പം രാധാപിതാം താവത് അജാതഗർവാം, രാധയെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെ ചിലതൊക്കെ പറയണം, അപ്പോഴേ രാധയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ, കുറച്ചല്ല. അതിപ്രിയാം ഗോപവധു മുരാരേ, വളരെയേറെ അങ്ങേക്ക് പ്രിയയാണ് അവൾ. ഈ ഭക്തിക്ക് എപ്പോഴും എന്താ അറിയോ, ഒരുപാട് യുക്തിയും ഒരുപാട് അറിവും ഒരുപാട് ജ്ഞാനവും ഒന്നുമല്ല ഭഗവാൻ നോക്കണത്, നിഷ്കളങ്കതയാണ്. നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിക്ക് മുന്നിൽ ഈ വേറെ യാതൊന്നുമില്ല എന്നാണ്. അവിടെ യുക്തിയാവട്ടെ, മന്ത്രമാവട്ടെ, തന്ത്രമാവട്ടെ, ജ്ഞാനാവട്ടെ, ഒന്നുമില്ല. ആ നിഷ്കളങ്ക ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ. ഭവാനുപാദായ ഗതോ വിദൂരം, ഭവാൻ വിദൂരം ഉപാദായ, വേപ്പനോടാണ് പറയുന്നത്. ഭവാൻ ഉപാദായ, ഭഗവാനല്ല കേട്ടോ, ഭഗവാനും ചിലപ്പോൾ തെറ്റി പറയുന്നില്ല. ഭഗവാന്റെ സ്ഥാനത്ത് ഭവാൻ പറയും, ഭഗവാന്റെ സ്ഥാനത്ത് പറയും ഭവാൻ അങ്ങ്. ഗോപവധൂം വിദൂരം ഉപാദായ, ദൂരത്ത് കൊണ്ടുപോയി രമിച്ചു. തയാതകസ്വൈര വിഹാരകാരി തിരോഹിതോ തത്വജാതതാപസ്തമം സമേത കമലായദാക്ഷ്യ വനേ വനേ ത്വാം പരിമാർഗയന്ത്യോ വിഷാദമാപുർ ഭഗവൻ അപാരം. ഹേ ഭഗവാനെ, അങ്ങ് തിരോധാനം ചെയ്തപ്പോൾ, തിരോഹിതേ അഥ, അങ്ങ് അന്തർധാനം ചെയ്തപ്പോൾ, കാണാണ്ടായപ്പോൾ, ജാതതാപ ദുഃഖിച്ച്, കമലായതാക്ഷ്യ സുന്ദരികളായ ഗോപികൾ, സമം സമേത എല്ലാവരും ഒരുമിച്ച്, സമം സമേത വനേ വനേ ത്വാം പരിമാർഗയന്ത്യ, കാട്ടിൽ മുഴുവൻ, വീടായ വീടൊക്കെ, നാടായ നാടൊക്കെ, കാടായ കാടൊക്കെ എന്നങ്ങനെ പറഞ്ഞതാ. വനേ വനേ ത്വാം പരിമാർഗയന്ത്യ, ആ കാട് മുഴുവൻ അങ്ങേ അന്വേഷിച്ചു. അപാരം വിഷാദമാവൂ, അപാരമായിട്ടുള്ള ദുഃഖത്തെ പ്രാപിച്ചു. ഇവിടെ കഴിഞ്ഞിട്ടാണ് ഗോപികാഗീതം വരുന്നത്. കുറേ തിരഞ്ഞതിന് ശേഷം അവർ കൃഷ്ണനെക്കുറിച്ച് ആലപിച്ച ഗീതമാണ് ഗോപികാഗീതം, ഗോപികൾ പാടിയത്. അതിവിടെ വിസ്തരിച്ചിട്ടില്ല, നാരായണീയത്തിൽ ഇതൊന്നും ഇങ്ങനെ പ്രസ്താവിച്ച് തൊട്ടുപോയിട്ടേ ഉള്ളൂ. 19 ശ്ലോകം, ഒരധ്യായം മുഴുവൻ ഗോപികൾ കൃഷ്ണനെക്കുറിച്ച് പാടിയ ഗോപികാഗീതമാണ്.
ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.